എല്ലാവരെയും ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് രണ്ടാം വർഷ വർക്ക്ഷോപ്പ് കാൽക്കുലേഷന് വേണ്ടി DGT ഇറക്കിയ ഭാരത് സ്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഭാരത് സ്കിൽ ക്വസ്റ്റ്യൻ ബാങ്കിലെ അതേ ക്വസ്റ്റ്യൻ നമ്പറാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. ഇതൊരു റിവിഷൻ ക്വസ്റ്റ്യൻ സെക്ഷൻ ആയതുകൊണ്ട് കൂടുതൽ എക്സ്പ്ലനേഷൻ ഓരോന്നിനും കൊടുക്കുന്നില്ല. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഈ ഓരോ ക്വസ്റ്റ്യനിലും നിങ്ങൾക്ക് സ്വയം ആൻസർ കണ്ടെത്താൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുവാൻ വേണ്ടിയിട്ട് 1-2 മിനിറ്റ് സമയം അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. 45ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ പോയിന്റ് അറ്റ് വിച്ച് ഓൾ ദ വെയിറ്റ് ഓഫ് ദ ബോഡി ഈസ് കോൺസെൻട്രേറ്റഡ്? ഒരു വസ്തുവിന്റെ എല്ലാ വെയിറ്റും കൂടി കോൺസെൻട്രേറ്റ് ചെയ്യുന്ന പോയിന്റിനെ പറയുന്ന പേരെന്താണെന്നാണ് ഈ ക്വസ്റ്റ്യൻ. ഈ ഒരു പോയിന്റിൽ കൂടിയാണ് ഈ വസ്തുവിന്റെ എല്ലാ വെയിറ്റും കൂടി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഈ പോയിന്റ് നമുക്ക് പറയാം സെന്റർ ഓഫ് ഗ്രാവിറ്റി. ഒരു വസ്തുവിന്റെ എല്ലാ വെയിറ്റും ഒരു പോയിന്റിൽ കൂടി കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. ആ പോയിന്റിനെ പറഞ്ഞ പേരാണ് സെന്റർ ഓഫ് ഗ്രാവിറ്റി. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി, സെന്റർ ഓഫ് ഗ്രാവിറ്റി. 46ാമത്തെ ക്വസ്റ്റ്യൻ, വേർ ദ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് സർക്കിൾ ലൈസ്? ഒരു സർക്കിളിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയുടെ ലൊക്കേഷൻ എവിടെയെന്നാണ് ക്വസ്റ്റ്യൻ. ഈ സർക്കിളിന്റെ ജിയോമെട്രിക്കൽ സെന്ററിലായിരിക്കും ഇതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയുടെ ലൊക്കേഷൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ എ, അറ്റ് ഇറ്റ്സ് സെന്റർ. ഒരു സർക്കിളിന്റെ സെന്ററിലായിരിക്കും അതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയുടെ ലൊക്കേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് എ റൈറ്റ് സർക്കുലർ കോൺ ഫ്രം ഇറ്റ്സ് ബേസ്? ഒരു കോണിന്റെ ബേസിൽ നിന്ന് സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്കുള്ള അകലം എത്രയാണ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. h ഹൈറ്റുള്ള ഒരു കോണിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി നമ്മൾക്കതിന്റെ ബേസിൽ നിന്നും കാണാം, അല്ലെങ്കിൽ അപ്പെക്സ് അഥവാ വെർട്ടെക്സ് നിന്നും കാണാം. പക്ഷേ നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ബേസിൽ നിന്ന് സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്കുള്ള അകലമാണ്. കോണിന്റെ ബേസിൽ നിന്ന് സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്കുള്ള ദൂരം h/4. സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് എ കോൺ ഫ്രം ദ ബേസ് ഇസ് ഈക്വൽ ടു h/4. അപ്പോൾ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ സി, h/4. ഇതേ ക്വസ്റ്റ്യൻ നമ്മൾക്ക് മറ്റൊരു രീതിയിൽ നിങ്ങളോട് ചോദിക്കുന്നു. എങ്ങനെയാ? വാട്ട് ഈസ് ദ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് കോൺ ഫ്രം ദ അപ്പെക്സ് ഓഫ് വെർട്ടെക്സ്? വെർട്ടെക്സ് എന്ന് ചോദിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ കാണാൻ പറ്റും? ആകെ ഹൈറ്റായ h നിന്ന് ബേസിൽ നിന്ന് സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്കുള്ള ദൂരമായ h/4 മൈനസ് ചെയ്യാം. ദാറ്റ് ഈസ് h - h/4. ഇത് ചെയ്താൽ അപ്പെക്സ് നിന്ന് സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്കുള്ള ദൂരത്തിന്റെ ഇക്വേഷൻ നമുക്ക് കിട്ടും. നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട മറ്റ് ക്വസ്റ്റ്യൻസ് കൂടി നമുക്ക് പഠിക്കാം. h ഹൈറ്റുള്ള ഒരു ട്രയാങ്കിളിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി നമ്മൾക്ക് അതിന്റെ ബേസിൽ നിന്നും വെർട്ടെക്സ് അഥവാ അപ്പെക്സിൽ നിന്നും കാണാൻ പറ്റും. പക്ഷെ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് ആ ട്രയാങ്കിളിന്റെ ബേസിൽ നിന്ന് സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്കുള്ള അകലം കാണേണ്ട ഇക്വേഷൻ എന്താണെന്നാണ്. അപ്പോൾ ഈ ട്രയാങ്കിളിന്റെ ബേസിൽ നിന്ന് സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്കുള്ള ദൂരം h/3. ദാറ്റ് ഈസ് center of gravity of a triangle from the base is equal to h/3. അടുത്ത ക്വസ്റ്റ്യൻ, what is the center of gravity of rectangular body? റെക്ടാംഗിളിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി എവിടെയാണെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. നമ്മളൊരു റെക്ടാംഗിൾ വരച്ച് ആ 2 റെക്ടാംഗിളിന്റെയും ഡയഗണൽ വരയ്ക്കുമ്പോൾ ആ 2 ഡയഗണലും ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. അങ്ങനെ ഈ റെക്ടാംഗിളിന്റെ 2 ഡയഗണൽ കൂടി ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും ഈ റെക്ടാംഗിളിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയുടെ ലൊക്കേഷൻ ഉണ്ടാവാറ്. ഇപ്പോഴേ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി, അറ്റ് ദ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ഇറ്റ്സ് ഡയഗണൽ. ഒരു റെക്ടാംഗിളിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയുടെ ലൊക്കേഷൻ അതിന്റെ 2 ഡയഗണലും കൂടി എവിടെയാണോ മീറ്റ് ചെയ്യുന്നത് അവിടെയായിരിക്കും അതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഉണ്ടാവാറ്. അടുത്ത ക്വസ്റ്റ്യൻ, what is the center of gravity of a solid hemisphere from its base? ഒരു ഹെമിസ്ഫിയറിന്റെ ബേസിൽ നിന്ന് അതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്കുള്ള അകലം കാണേണ്ട ഇക്വേഷൻ എന്താണെന്നാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. r റേഡിയസ് ഉള്ള ഹെമിസ്ഫിയറിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി നമുക്ക് ബേസിൽ നിന്ന് കാണുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഹെമിസ്ഫിയറിന്റെ ബേസിൽ നിന്ന് സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്കുള്ള ദൂരം 3r/8. അപ്പൊ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി, 3r/8.
അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് സ്റ്റേറ്റ് ഓഫ് ഇക്വിലിബ്രിയം എക്സാമ്പിൾ ഈസ് എ കോൺ റെസ്റ്റിംഗ് ഓൺ ഇറ്റ്സ് ടിപ്പ്? ഒരു കോൺ ടിപ്പിൽ വെച്ചാൽ അത് ഏത് ഇക്വിലിബ്രിയത്തിന് എക്സാമ്പിൾ ആണ്? നമ്മൾ പഠിച്ച സ്റ്റേബിൾ ഇക്വിലിബ്രിയം ആണോ, അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം ആണോ, അഥവാ ന്യൂട്രൽ ഇക്വിലിബ്രിയം ആണോ എന്നാണ് ഈ 50ാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ ഒരു കോൺ അതിന്റെ ടിപ്പിൽ പ്ലേസ് ചെയ്തിട്ട് ഒരു സ്ലൈറ്റ് ഡിസ്പ്ലേസ്മെന്റ്, ദാറ്റ് ഈസ് എ ഫോഴ്സ്, ഒരു ഫോഴ്സ് കൊടുത്തെങ്കിൽ ആ കോൺ ഒരു പുതിയ പൊസിഷനിലേക്ക് എത്തുന്നുണ്ട്. ആ പൊസിഷനിൽ നിന്ന് ഒരിക്കലും അതിന്റെ ഒറിജിനൽ പൊസിഷനിലേക്ക് ആ കോൺ തിരികെ വരുന്നില്ല. ഇത്തരം ഇക്വിലിബ്രിയം ആണ് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം. അപ്പോൾ സ്ലൈറ്റ് ഡിസ്പ്ലേസ്മെന്റിന് ശേഷം ഒരു ഒബ്ജക്റ്റ് അതിന്റെ ഒറിജിനൽ പൊസിഷനിലേക്ക് തിരികെ വന്നില്ലെങ്കിൽ അത്തരം ഇക്വിലിബ്രിയത്തിനെ പറയുന്ന പേരാണ് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം. അപ്പോൾ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ സി, അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ജോമെട്രിക്കൽ ഷേപ്സ് സെന്റർ ഓഫ് ഗ്രാവിറ്റി ലൈസ് ഫ്രം ഇറ്റ്സ് ബേസ് ഈസ് 1/3 ഓഫ് ഇറ്റ്സ് ഹൈറ്റ്? എന്താ അതിന്റെ അർത്ഥം? താഴെ പറയുന്ന ഏത് ഷേപ്പിലാണ് അതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി അതിന്റെ ഹൈറ്റിന്റെ 1/3 ലൊക്കേറ്റ് ചെയ്യുന്നത് എന്നാണ് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. നമ്മൾ തൊട്ടു മുന്നേ പഠിച്ചു, ഒരു ട്രയാങ്കിളിന്റെ ബേസിൽ നിന്ന് സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്കുള്ള അകലം h/3. h/3 എന്ന് പറഞ്ഞാൽ ആകെ ഹൈറ്റിന്റെ 1/3 ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ സി, ട്രയാങ്കിൾ. അടുത്ത ക്വസ്റ്റ്യൻ, which state of equilibrium is an example cone resting on its base? ഒരു കോൺ അതിന്റെ ബേസിൽ വെച്ചാൽ താഴെ പറയുന്ന ഏത് ഇക്വിലിബ്രിയത്തിന് എക്സാമ്പിൾ ആണ്? നമ്മൾ പഠിച്ച സ്റ്റേബിൾ ഇക്വിലിബ്രിയം ആണോ, അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം ആണോ, അതോ ന്യൂട്രൽ ഇക്വിലിബ്രിയം ആണോ? ഒരു കോൺ അതിന്റെ ബേസിൽ വെച്ചാൽ ഏത് തരം ഇക്വിലിബ്രിയം ആണെന്നാണ് ഈ ക്വസ്റ്റ്യൻ. ചിത്രത്തിൽ ഒരു സ്ലൈറ്റ് ഡിസ്പ്ലേസ്മെന്റിന് ശേഷം ദാറ്റ് ഈസ് എ ഫോഴ്സ്, ആ ഫോഴ്സ് കൊടുത്തിട്ട് അത് റിമൂവ് ചെയ്യുമ്പോൾ ആ കോൺ അതിന്റെ ആദ്യം ഉണ്ടായ പൊസിഷനിലേക്ക്, ഇനീഷ്യൽ സ്റ്റേറ്റിലേക്ക് തിരികെ വരുന്നുണ്ട്. ഇങ്ങനെ ഒരു സ്ലൈറ്റ് ഡിസ്പ്ലേസ്മെന്റിന് ശേഷം ഒരു ഒബ്ജക്റ്റ് അതിന്റെ ഇനീഷ്യൽ കണ്ടീഷനിലേക്ക് തിരികെ വരുന്നുണ്ടെങ്കിൽ അത്തരം ഇക്വിലിബ്രിയത്തിനെ പറയുന്ന പേരാണ് സ്റ്റേബിൾ ഇക്വിലിബ്രിയം. ഇപ്പോൾ ഒരു കോൺ അതിന്റെ ബേസിൽ വെച്ചാൽ അതൊരു സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിന് എക്സാമ്പിൾ ആണ്. ഈ ക്വസ്റ്റ്യന്റെ ആൻസർ അപ്പോൾ ഓപ്ഷൻ ബി, സ്റ്റേബിൾ ഇക്വിലിബ്രിയം. അപ്പോൾ എല്ലാവർക്കും എല്ലാ ക്വസ്റ്റ്യനും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. അടുത്തൊരു വീഡിയോയുമായി പിന്നീട് കാണാം.